സംസ്ഥാനത്ത് കരാറുകാരുടെ സമരം എന്ന് പറയുന്നില്ല, അവർ റേഷൻ എടുക്കുന്നത് നിർത്തിവെച്ചിട്ടുണ്ട്. അവരുടെ പണം കിട്ടാത്തത് കൊണ്ടാണ് ഇതിന് കാരണം എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഇതുകൊണ്ട് റേഷൻ വ്യാപാരികൾക്ക് റേഷൻ ശരിക്കും കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥ. കാരണം പോളിസി പ്രകാരമാണ് ഈ മാസം റേഷൻ വിതരണം നൽകണമെന്നാണ് സർക്കാർ ഉത്തരവ്. പോളിസി ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഒരു ജില്ലയിൽ 5 താലൂക്കിലുണ്ടെങ്കിൽ 5 പോളിസിയാണ്. കാരണം അരി കൊടുക്കാൻ കഴിയുന്നത് 1/2 കിലോ പച്ചരി, 1 കിലോ മട്ട, 1 കിലോ പുഴുക്കലരി. അപ്പോൾ ഒരു കിലോ ഗോതമ്പ് കൂടി വരുമ്പോൾ ഈ കാർഡുടമ 4ഉം 5ഉം സഞ്ചിയായി വരേണ്ട ഗതികേടിലേക്ക് വരുന്നു. പക്ഷേ അതിന് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ അതില്ല. പച്ചരിയുള്ള സ്ഥലത്ത് മട്ടയരി ഇല്ല, മട്ടയരിയുള്ള സ്ഥലത്ത് പുഴുക്കലരി ഇല്ല. കാരണം ഈ സമരം കൊണ്ട് അരി എത്തിയിട്ടില്ല, അതുകൊണ്ട് ഇത് കൊടുക്കാൻ കഴിയുന്നില്ല. ഇത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ നേരത്തെ കത്ത് കൊടുത്തുകൾ പറഞ്ഞതാണ്. ആ വിഷയം കൂടി തീർന്ന് കാർഡുടമകൾക്ക് പോളിസി പ്രകാരം നൽകാനുള്ള റേഷൻ സാധനങ്ങൾ കടകളിൽ എത്തിച്ചതിന് ശേഷമേ പോളിസി നിയമിക്കാൻ പാടുള്ളൂ, പോളിസി ഗവൺമെന്റ് അംഗീകരിക്കാൻ പാടുള്ളൂ. പക്ഷെ ഇവിടെ എന്താ ചെയ്യുന്നത്? അവിടെ ഒരു തീരുമാനം ഉണ്ടാക്കും. ഇപ്പം കോഴിക്കോട് ജില്ല, ഏതെങ്കിലും ഒരു ജില്ല എടുത്താൽ ആ ജില്ലയിൽ 4ഓ 5ഓ താലൂക്കുണ്ട്, 5 പോളിസിയാണ്. എങ്ങനെ കൊടുക്കാൻ കഴിയുക? 5 തരം വിതരണമാണ്. അതുകൊണ്ട് ഒരു ജില്ലയിലെങ്കിലും ഒരേ നേരിലൊരു വിതരണം നടത്താൻ സർക്കാർ തയ്യാറാണ്. അത് കടകളിൽ എത്തിച്ചതിന് ശേഷം. ഇതുപോലുള്ള സമരം വരുമ്പോൾ ഞങ്ങൾക്കത് കൊടുക്കാൻ കഴിയുന്നില്ല. ഈ സമരം കാരണം പല കടകളിലും അരി എത്തിയിട്ടില്ല, പല കടകളിലും പല ജില്ലകളിലും അരി എത്തിയിട്ടില്ല. ഈ ഒരു കാരണം കൊണ്ട് തന്നെ പോളിസി പ്രകാരമുള്ള അരി വിതരണം നടത്താൻ പ്രയാസമുണ്ട്. ഇത് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. ഇനിയെങ്കിലും പോളിസി ഗവൺമെന്റ് തീരുമാനിക്കുമ്പോൾ ആ പോളിസി പ്രകാരമുള്ള റേഷൻ സാധനങ്ങൾ കടയിൽ എത്തിക്കാനുള്ള നടപടി ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എത്രയും പെട്ടെന്ന് ഈ കരാറുകാർക്ക് കൊടുക്കാനുള്ള പണം കൊടുത്ത് അവരുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണമെന്ന് 11 ആയിട്ടുള്ളൂ. ഒരു 15-ാം തീയതിക്കുള്ളിലെങ്കിലും റേഷൻ കടയിൽ പോളിസി പ്രകാരമുള്ള അരി എത്തിച്ചിട്ടില്ലെങ്കിൽ കോംബോ പ്രകാരം അരി വിതരണം ചെയ്യാനുള്ള നടപടി ഉണ്ടാകണമെന്ന് എനിക്ക് പറയാനുള്ളത്.